സോ ബാർസലോണ റിലേറ്റഡ് കുറച്ച് അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ളത് നമ്മളാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലിങ്ക്ഡായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡിഫൻഡറാണ് ജോർദെ മൊക്കയോ. കെ എ ജെൻഡ് എന്ന് പറയുന്ന നമ്മുടെ ബെൽജിയം ലീഗിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ആളാണെങ്കിൽ 16 വയസ്സേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡഡ് സെൻറ്റർ ബാക്കാണ്. സോ ആൾക്കാണെങ്കിൽ ഒരു പ്രൊഫഷണൽ കോൺട്രാക്റ്റ് ഇല്ല. ഇപ്പം ജെൻഡുമായിട്ട് ആൾക്കൊരു പ്രൊഫഷണൽ കോൺട്രാക്റ്റ് ഇല്ല. സോ ഹി മൈറ്റ് ബി അവൈലബിൾ ഫോർ ഫ്രീ. ആൾ ബാർസലോണ വേഴ്സസ് PSG മാച്ച് കാണാനായിട്ടൊക്കെ ബാർസലോണ ക്ഷണിച്ചിരുന്നു, അന്ന് കളി കാണാനായിട്ടൊക്കെ വന്നിരുന്നു. സോ ആളുമായിട്ട് കുറച്ച് നാളായിട്ട് ബാർസലോണ ടോക്സിലാണ്. റോമയും മാൻ സിറ്റിയും റേസിൽ എൻ്റർ ആയിട്ടെന്നുള്ള റിപ്പോർട്ട്സ് ഉണ്ട്. സോ ആളുടെ ഫൈനാൻഷ്യൽ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് ജെൻറ്റിന് സാധിക്കുന്നില്ല, അതോ അവർ റെഡി ആവുന്നില്ല എന്ന റൂമേഴ്സ് ഉണ്ട്. അതിനാലാണ് ഒരു പ്രൊഫഷണൽ കോൺട്രാക്ട് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. സോ ആള് അണ്ടർ 18 ടീംസിലാണ് വന്നത്. അതിനുശേഷം അവിടെ എക്സ്ട്രാ ഓർഡിനറി ആണ് പെർഫോമൻസ് എടുത്തതിനാൽ ആള് ടോപ്പ് ലെവൽ പ്ലെയർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആളെ മെയിൻ ടീമിലോട്ട് ഇറക്കുകയായിരുന്നു. സോ ആള് മെയിൻ ടീമിന് വേണ്ടി 3-4 കളികൾ കളിക്കുകയും ചെയ്തു. സോ ആളെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ വൺ ഓഫ് ദ അപ്കമിങ് പ്രോസ്പെക്റ്ററാണ്. മിക്ക ടീമുകളും നോക്കുന്ന ഒരു പ്ലെയറാണ്. സോ നമുക്ക് നോക്കാം. ബാർസലോണ റേസിൽ ഫ്രണ്ടിലാണെന്നാണ് റിപ്പോർട്ട്സ് ഉള്ളത്. ബാർസലോണ ടോക്സ് ഇനിഷ്യേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വെർബൽ പ്രൊപ്പോസൽ ഉടനെ വിടുമെന്നും ആളത് അക്സെപ്റ്റ് ചെയ്യില്ലോ എന്ന് നോക്കുകയാണ് ബാർസലോണ. സോ റോമ സീരിയസ്ലി പുറകിലുണ്ട് കുറച്ച് നാളായിട്ട്. ആൻഡ് സിറ്റി ഇപ്പം പുതുതായിട്ട് റേസിൽ എൻട്രി ചെയ്തു. മറ്റ് പല ക്ലബ്ബുകളും മൈറ്റ് ബി ലുക്കിംഗ് അറ്റ് ദിസ് പ്രോസ്പെക്ട് നോക്കുന്നു. സോ റിപ്പോർട്ടുകൾ പ്രകാരം ഹാൻസി ഫ്ലിക്ക് മിക്കായൽ ഫയനെ വളരെ ഹൈലിയാണ് റേറ്റ് ചെയ്യുന്നത്. സോ ഹാൻസി ഫ്ലിക്ക് കഴിഞ്ഞ 2 മാസത്തിന് മുകളിലായിട്ട് ബാർസലോണ അത്ലറ്റിയുടെ മാച്ചസുകളും മറ്റുമൊക്കെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. ബാർസ അക്കാഡമീസിലെ പ്ലേയേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് റിപ്പോർട്ടുകളും മറ്റുമൊക്കെ ആൾ കളക്ട് ചെയ്തു. സോ ഹി ഹാസ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ ദിസ് ജോബ്. പുള്ളിയുടെ ഡ്രീം ജോബ്, പുള്ളി പ്രൈമറി ഫോക്കസ് കൊടുത്ത് മുന്നോട്ട് നീങ്ങിയ ജോബാണിത്. പുള്ളിക്ക് ഈ ജോബിന് വേണ്ടി തന്നെ നീങ്ങുമായിരുന്നു. കഴിഞ്ഞ മാസങ്ങളായിട്ട് പുള്ളി റിപ്പോർട്ടുകൾ അഥവാ മിക്ക കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു. സോ കസാഡോ, മാർക്ക് ബെർണാൽ, അതുപോലെ തന്നെ നിക്കായൽ ഫയ, ഈ 3 പ്ലേയേഴ്സിനെയും പുള്ളി വളരെ ഹൈലി റേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സീസണ് മേ ബി ഫസ്റ്റ് ടീമിൽ കൂടുതൽ മിനിറ്റ്സുകൾക്ക് കിട്ടുമെന്നാണ് കേൾക്കുന്നത്. സോ മിക്കായൽ ഫയാക്കിനെ ഫസ്റ്റ് ടീമിലോട്ട് കയറ്റുകയും കൂടുതൽ മിനിറ്റ്സ് കുബാർസീനെ പോലെ തന്നെ കൊടുക്കുകയും അതേ സ്ഥാനത്ത് ബാർസ അത്ലറ്റിയിലോട്ട് ഈ ഫയയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ടായിരിക്കും ഈ ജോർജ് മൊക്കയോനെ ബാർസലോണ ബാർസ അത്ലറ്റിയിലോട്ടായിരിക്കും സൈൻ ചെയ്യാമെന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ ഇതാണ് കേൾക്കുന്ന റൂമേഴ്സ്. അതുപോലെ തന്നെ കേൾക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അൽമേനിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരിച്ച് ബാർസലോണ കൊണ്ടുവരാനായിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകളുണ്ട്. സോ ലപ്പോർട്ട അൽമേനിയായിട്ട് ഒരു മീറ്റിങ്ങും മറ്റുമൊക്കെ കൺസിഡർ ചെയ്യാൻ പോവാണ്. സോ ഡെക്കോയുടെ പെർഫോമൻസിൽ ഇതുവരെ തൃപ്തികരമല്ല എന്നാണ് കേൾക്കുന്ന റൂമറുകൾ. സോ അൽമേനി ബാർസലോണ വിട്ട് ആസ്റ്റൺ വില്ലയിലോട്ട് പോവുകയാണെന്ന് വരുന്നല്ലോ ന്യൂസുകൾ. സോ ആസ്റ്റൺ വില്ലയായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. സോ അതിനാലാണ് നീങ്ങാനായിട്ടിരുന്നതെന്നൊക്കെ കേട്ടിരുന്നല്ലോ. ബട്ട് ലാസ്റ്റ് മൊമെന്റ് അത് നടന്നില്ല. ആളിപ്പം കറൻ്റ്ലി ഒരു ടീമുമായിട്ടും ഒരു ജോബിലും ഇല്ല. ഈസ് കറൻ്റ്ലി ഫ്രീ. സോ ബാർസലോണ തിരിച്ച് അൽമേനിയെ വിളിക്കാനായിട്ട് നോക്കുവാണ്. സോ സത്യം പറഞ്ഞ ഒരു ടെൻസ് സിറ്റുവേഷനാണ്. കാരണം പോയി 1 വർഷത്തിനുള്ളിൽ തന്നെ ആളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. സോ ഡെക്കോനെ പറഞ്ഞു വിടത്തില്ല. ഡെക്കോടൊപ്പം തന്നെ വർക്ക് ചെയ്യാനായിട്ടായിരിക്കും വരിക. സോ മേജർ ഡ്യൂട്ടി അൽമേനിക്ക് തന്നെ തിരിച്ചു കൊടുക്കുമെന്നാണ് കേൾക്കുന്നത്. സോ ഡെക്കോയുടെ ചില റീസെൻറ്റ് പെർഫോമൻസുകളും റീസെൻറ്റ് നെഗോസിയേഷൻസിലെ ഇതിനും മറ്റുമൊക്കെ ബാർസലോണ അധികം ഹാപ്പി അല്ല. സോ ബാർസലോണ ചെയ്ത വലിയൊരു റിസ്കി മൂവാണ്. കാരണം നമുക്കറിയാം, ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഡെക്കോനെ, അതും ബാർസലോണ ഫൈനാൻഷ്യലി ഏറ്റവും മോശം സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ സ്പോർട്ടിംഗ് ഡയറക്ടർ ആക്കുക എന്ന് പറഞ്ഞ ഒരു റിസ്കി മൂവ് ആയിരുന്നു. അത് പേ ഓഫ് ചെയ്തോന്ന് ചോദിച്ചാൽ അറ്റ് ദിസ് മൊമെന്റ് നമ്മൾ പേ ഓഫ് ചെയ്തതെന്ന് പറയാൻ പറ്റത്തില്ല. സോ അൽമേനിയെ തിരിച്ചു കൊണ്ടുവന്ന് ഡെക്കോനെ അൽമേനിയുടെ അണ്ടർ തന്നെ ഇവർ രണ്ടുപേരും കൂടെ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് ബാർസലോണ ശ്രമിക്കുകയാണെന്ന് കേൾക്കുന്നു. സോ നമുക്കറിയാം അൽമേനി ബാർസലോണയുടെ ഏറ്റവും ഫൈനാൻഷ്യൽ മോശം സിറ്റുവേഷനിൽ പല ഡീലുകളും കടത്തിയെടുക്കുന്നതിൽ വളരെയധികം എന്താ പറയുക ഒരു റോൾ വഹിച്ച ആളാണ്. സോ പലപ്പോഴും പല ഫ്രീ ഏജൻസുകളെയും നമുക്കറിയാം ബാർസലോണയിലോട്ട് കൊണ്ടുവരുന്നതിൽ പുള്ളിയുടെ ഇൻവോൾവ്മെൻറ്റ് വാസ് ഹ്യൂജ്. പുള്ളി ഒരു വൂൾഫ് എന്നാണ് പറയുന്നത്. ഡയറക്ടേഴ്സിനിടയിൽ പുള്ളി ഒരു കുറുക്കൻ എന്ന് പുള്ളീനെ ഒരു വിളിപ്പേരുണ്ട്. ബിക്കോസ് പുള്ളിയുടെ പ്ലാൻ എന്താണോ അത് അഥവാ പുള്ളിയുടെ ലിമിറ്റ് എന്താണോ അതിൽ തന്നെ പുള്ളി സൈൻ ചെയ്തിരിക്കും. സോ നമുക്ക് എന്തുകൊണ്ടും അൽമേനി തിരിച്ചു വരുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇനി 1:1 റൂളിലോട്ട് ബാർസലോണ പോയതിന് ശേഷം സെയിൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ട്രാൻസ്ഫേഴ്സിൻ്റെ ബൈങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അൽമേനിയുടെ ഇൻവോൾവ്മെൻറ്റ് വിൽ ബി ഹ്യൂജ്. സോ ബാർസലോണ ഇപ്പം 1:1 റേഷ്യോയിലോട്ട് ആക്കാനായിട്ടുള്ള നീക്കങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് നോക്കാം എന്താവുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം സാവി, അദ്ദേഹത്തിൻ്റെ 11 മില്യൺ ബാർസലോണ നമുക്കറിയാം ഒരു സീസണോടെ ആൾ കോൺട്രാക്ട് ഉണ്ട്. സോ അതാണെങ്കിൽ വേവ് ഓഫ് ചെയ്താൽ 11 മില്യൺ ആൾക്ക് പേ ചെയ്യേണ്ടെന്നുള്ള ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. സോ ആൾ അത് വേണ്ട എന്ന് പറഞ്ഞു തന്നെ പോയിരിക്കുകയാണ്. സോ ആൾ അത് ചോദിക്കുമായിരുന്നതിൽ ഒരു തെറ്റുമില്ലാതെ, കാരണം പിടിച്ചു നിർത്തിയിട്ട്
വീണ്ടും ഈ ഒരു അവസ്ഥയെ പറഞ്ഞു വിടുമ്പോൾ പുള്ളി ചോദിക്കുവായിരുന്നു, യാതൊരു തെറ്റുമില്ലായിരുന്നു. പക്ഷേ പുള്ളി അത് വേണ്ടെന്ന് പറഞ്ഞു. താങ്ക് യു സാവി, നമ്മളത് ഫൈനാൻഷ്യലി ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പക്ഷെ ആൾക്ക് 2.5 മില്യൺ പേ ചെയ്യണം. അത് വേറൊന്നിനുമല്ല, ആള് ആ ഖത്തർ ക്ലബിൽ നിന്നും ബാർസലോണയിലോട്ട് വന്നപ്പോൾ ആളുടെ പോക്കറ്റിൽ നിന്ന് 2.5 മില്യൺ പേ ചെയ്തുകൊണ്ടാണ്, അന്ന് റിലീസ് ക്ലോസ് പേ ചെയ്തുകൊണ്ടാണ് ആള് ബാർസലോണയിലോട്ട് വന്നത്. സോ ആ 2.5 മില്യൺ അന്ന് പുള്ളിയുടെ കയ്യിൽ നിന്ന് അടച്ചു കൊണ്ടത് തിരിച്ചു കൊടുക്കണം. അത് കൊടുക്കും. പിന്നെ ആളുടെ സ്റ്റാഫിനുള്ള മെമ്പേഴ്സിനുള്ള കുറച്ച് പേയ്മെൻറ്റ്സ് ഉണ്ട്, അതും കൊടുക്കണമെന്ന് ആൾ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. സോ അത് അധികമൊന്നുമില്ല, 1.1 മില്യനെ അത് വരത്തുള്ളൂ പുള്ളിയുടെ സ്റ്റാഫിനെല്ലാം കൂടെ ചേർത്ത്. സോ അതും പേ ചെയ്യണമെന്ന് പുള്ളി ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് പേ ചെയ്യേണ്ട 11 മില്യൺ വേണ്ടാന്ന് പുള്ളി വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ബാർസലോണ റിലേറ്റഡ് ആയിട്ട് ഇപ്പം കേൾക്കുന്ന കുറച്ച് റിപ്പോർട്ടുകൾ. പിന്നെ ട്രാൻസ്ഫേഴ്സിൻ്റെ കാര്യത്തിലോട്ട് വരുന്ന ചില റൂമേഴ്സ് എന്നാന്ന് വെച്ചാൽ ഈ പുള്ളിയുടെ കാര്യത്തിലാണ്, നമ്മുടെ ഫെലിക്സിൻ്റെയും ക്യാൻസലോടെയും കാര്യത്തിലാണ്. സോ ക്യാൻസലോയിൽ അധികം കീൻ അല്ല ഫ്ലിക്ക് എന്ന് കേൾക്കുന്നു. പക്ഷേ ബോർഡിൻ്റെ മെമ്പേഴ്സും പലരുമൊക്കെ ക്യാൻസലോനെ കീപ്പ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരുന്നു. ജോ ഫെലിക്സിൻ്റെ കാര്യത്തിലാണ് ഇപ്പം പല റൂമേഴ്സ് കേൾക്കുന്നത്. മറ്റൊന്നുമല്ല, സാവി വാസ് നോട്ട് സോ കീൻ ഓൺ കീപ്പിംഗ് ഫെലിക്സ് എന്നായിരുന്നു കേട്ടത്. ആൻഡ് ബോർഡിലെ ചില മെമ്പേഴ്സ്, ബോർഡിലൊരു സ്പ്ലിറ്റ് ഡിസിഷനാണ്. ചിലർ വളരെയധികം ഹാപ്പിയാണ് ജോ ഫെലിക്സ് എടുത്ത എഫേർട്ടിനും മറ്റുമൊക്കെ. ബട്ട് ബാക്കി കുറേ പേർക്ക് പുള്ളി റൈറ്റ് സൈനിങ് ആയിരിക്കത്തില്ല എന്നൊരു ഒപ്പീനിയനാണ്. ആൻഡ് ഹാൻസി ഫ്ലിക്കിൻ്റെ കാര്യത്തിൽ വരുമ്പം ഹാൻസി ഫ്ലിക്കും ഈസ് കീൻ ഓൺ വർക്കിംഗ് വിത്ത് ഹിം എന്ന് പറഞ്ഞ് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. അതാണ് കൂടുതൽ കേൾക്കുന്ന റിപ്പോർട്ടുകൾ. ജോ ഫെലിക്സിനെ മേ ബി ആൾ പരീക്ഷിക്കാൻ റെഡിയാണ്, ആളൊരു ചാൻസ് കൊടുക്കാൻ റെഡിയാണെന്ന് കേൾക്കുന്നു. ആൻഡ് ബാർസലോണ ഒരു ലോൺ ഡീൽ 1 ഇയറും കൂടെ ലോൺ ഡീൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ നീക്കങ്ങൾ നടത്തിയേക്കാമെന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ ഇപ്പോൾ സ്ട്രോങ് ആണ് ഫോർ ജോ ഫെലിക്സ്. ഇഫ് സാവി സ്റ്റേ ചെയ്യുമായിരുന്നെങ്കിൽ കൂടുതൽ ചാൻസും ജോ ഫെലിക്സ് പോകാനായിട്ടായിരുന്നു. ബട്ട് ജോ ഫെലിക്സും പുഷ് ചെയ്യുന്നുണ്ട് ആൻഡ് ബോർഡും പുഷ് ചെയ്യുന്നുണ്ട്. ബട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിനെ ജോ ഫെലിക്സിനെ വിൽക്കാനായിട്ടാണ് കൂടുതൽ താല്പര്യമെന്ന് കേൾക്കുന്നു. സോ അവർ വേറെ ഏതെങ്കിലും ക്ലബ്സിൻ്റെ പ്രപ്പോസൽസ് വരുമോ നോക്കുവാണ്. ബട്ട് വേറെ ക്ലബ്ബുകളൊന്നും സീരിയസ്ലി ജോ ഫെലിക്സിൽ ഇപ്പോൾ ഇൻട്രസ്റ്റഡ് അല്ല. സോ ബാർസലോണ ഫണ്ട് ഇറക്കാനായിട്ട് 40-50 മില്യൺ ഒന്നും ഇറക്കി പേയ്മെൻറ്റ് കൊടുത്ത് എടുക്കാനായിട്ടൊന്നും പോകുന്നില്ല. ബാർസലോണയുടെ എയിം 1 ഇയറും കൂടെ ഈ ഒരു ലോൺ ഡീൽ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളാണ് ബാർസലോണ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ ഇതൊക്കെയാണ് ബാർസലോണ റിലേറ്റഡ് ആയിട്ട് കേൾക്കുന്ന കുറച്ച് റൂമേഴ്സുകൾ. സോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.